നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജോബ് തോമസ്. ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിൻ്റെ തിരുവനന്തപുരം ശാഖയിലെ പ്രധാന വൈദ്യനാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ISRO BSSC LPSC ഈ സ്ഥാപനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഓതറൈസ്ഡ് മെഡിക്കൽ ഓഫീസറാണ്. ഇത് വേനൽക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുംഭം, മീനം, മേട മാസങ്ങളിലെ ചൂട് സഹിക്കാവുന്നതിലും അധികമാണ്. ഓരോ വർഷം കഴിയുന്തോറും ചൂട് കൂടിക്കൂടിയാണ് വരുന്നത്. വേനലിൻ്റെ ദൂഷ്യവശങ്ങൾ, ചൂടിൻ്റെ ദൂഷ്യവശങ്ങൾ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഓരോ ഋതുക്കൾക്കും അതിൻ്റേതായ സ്വഭാവ വിശേഷങ്ങളുണ്ട്. ഈ സ്വഭാവ വിശേഷങ്ങൾ മനുഷ്യ ശരീരത്തിലെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നുവെന്ന് ആയുർവേദ ആചാര്യന്മാർ മനസ്സിലാക്കിയിരുന്നു. വേനൽക്കാലത്ത് ശരീരത്തിൻ്റെ ആരോഗ്യം കുറയുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ വിശപ്പും ഏറ്റവും കുറയും. ഈ കാരണം കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയും കുറയും. ധാരാളം രോഗങ്ങൾ പിടിപെടാൻ വേനൽ കാരണമാവുന്നുണ്ട്. ധാരാളം രോഗങ്ങൾ വേനൽ മൂലം ശരീരത്തെ ബാധിക്കാറുണ്ട്. ഈ ഓരോ ഋതുവിനും ഈ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഋതുക്കളുടെ പ്രത്യേകത അനുസരിച്ച് ശരീര ആരോഗ്യത്തെ ദോഷമായി ബാധിക്കാതിരിക്കാൻ വിവിധ തരം ചര്യകൾ ആയുർവേദ ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ വിവരിച്ച് പറയുന്നുണ്ട്. വേനൽക്കാലത്ത് ശരീരത്തിൻ്റെ ബലം കുറയുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ആദാനകാലം എന്നാണ് ഈ കാലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സൂര്യൻ ശരീരത്തിൻ്റെ ശക്തിയോ ബലത്തെയും വലിച്ചെടുക്കുന്ന കാലം, ജലാംശം പ്രകൃതിയിൽ നിന്ന് കുറയുന്ന കാലം. ശരീരത്തെ തപിപ്പിക്കുന്ന സൂര്യൻ മനുഷ്യൻ്റെ മനസ്സിനെയും തപിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവൻ ക്ഷീണിതനാകുകയും ചെയ്യും. വിയർപ്പ് വളരെയേറെ വർദ്ധിക്കുന്ന കാലം കൂടിയാണ് വേനൽക്കാലം. ഈ കാരണം കൊണ്ട് ഭക്ഷണത്തിലും ചര്യകളിലും വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ദാഹത്തിനനുസരിച്ച് ധാരാളം വെള്ളം കുടിക്കണം. ഈ കാലത്ത് അന്തരീക്ഷം മലിനമാകുന്നതുകൊണ്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നല്ലത്. കൊത്തമ്പാലരി, ഇരുവേലി, നന്നാറി തുടങ്ങിയ ദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം മൺകലങ്ങളിൽ സൂക്ഷിച്ച് ആവശ്യത്തിനനുസരിച്ച് കുടിക്കേണ്ടത് നല്ലതാണ്. വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുന്ന ഔഷധങ്ങൾക്ക് ഔഷധ ഗുണങ്ങളുണ്ട്. അത് ശരീരത്തെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും. സംഭാരവും വളരെ നല്ല ഒരു പാനീയമാണ്. പുളിക്കാത്ത തൈര് നല്ലവണ്ണം കടഞ്ഞ് വെണ്ണ നീക്കി വെള്ളമൊഴിച്ച് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇവ ചതച്ചിട്ട് സംഭാരം തയ്യാറാക്കാം. പാല് നല്ലതാണ്. ഇവയ്ക്കെല്ലാം ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ, ക്ഷീണം മൂലം തളർന്നിരിക്കുന്ന ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ പാനീയങ്ങൾക്ക് നല്ലതാണ്. പാനീയങ്ങൾ പ്രയോജനപ്പെടും. ദ്രവരൂപത്തിൽ കഴിക്കുന്നതാണ് നല്ലത്. കാരണം ദഹനം കുറഞ്ഞിരിക്കുന്ന കാരണത്താൽ ധാരാളം ജലാംശമുള്ള കഞ്ഞി അത്താഴത്തിന് നന്ന്. അതുപോലെ ഉച്ചയ്ക്ക് ഊണിനോടൊപ്പം വിവിധ തരം സാലഡുകൾ, മോര്, അവിയൽ ഇവയെല്ലാം നല്ലതായിരിക്കും. ആവിയൽ പുഴുങ്ങിയ ആഹാര വിഭവങ്ങളാണ് പ്രാതലിന് നല്ലത്. ദിവസം 2 നേരം കുളിക്കുക. തല പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം. ദേഹം തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ കുളിച്ച് ശീലിച്ചിരിക്കുന്നവർക്ക് അത് തുടരുന്നതിനും ബുദ്ധിമുട്ടില്ല. മദ്യപാനം നിരോധിച്ചിരിക്കുകയാണ് ഈ കാലത്ത്. കാരണം അത് ശരീരത്തിൽ പിത്തകോപം ഉണ്ടാക്കും. വളരെ അത്യാവശ്യമുള്ളവർക്ക് വെള്ളം ചേർത്ത് വളരെ നേർപ്പിച്ച് കുടിക്കുകയും ചെയ്യാം.
വിവിധ പഴച്ചാറുകൾ നല്ലതാണ്. ആപ്പിൾ, മാതളപ്പഴം, മാമ്പഴം, ഇവയെല്ലാം വേനൽക്കാലത്ത് ജ്യൂസ് ആയി തയ്യാറാക്കി പാനീയങ്ങളാക്കി തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ചക്കപ്പഴം ഈ കാലത്ത് ലഭ്യമാണ്. ചക്കപ്പഴവും നല്ലതാണ്. എന്തായാലും ദഹനത്തിന് ദോഷമുണ്ടാകാത്ത രീതിയിൽ ശ്രദ്ധിച്ചു വേണം ആഹാര പാനീയങ്ങൾ കഴിക്കേണ്ടത്. ബ്രഹ്മചര്യം അത്യാവശ്യമാണ്. അത്യാവശ്യം ആഗ്രഹമുള്ളവർക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ലൈംഗിക ജീവിതം ആചാര്യൻ വിധിച്ചിരിക്കുന്നത്. ഉറക്കം 8 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കണം. ക്ഷീണം മാറേണ്ടതുണ്ട്. നേരത്തെ അത്താഴം കഴിക്കുക, ഉറങ്ങുക. 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങേണ്ടതാണ്. ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്ന അവസരത്തിൽ ദ്രാക്ഷാദി കഷായം തിളപ്പിച്ച് തണുത്ത വെള്ളവും അല്പം തേനും ചേർത്ത് പലവട്ടമായിട്ട് കുടിക്കാം. ദാഹത്തെ അകറ്റും. ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും. ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുകയും ചെയ്യും. യുക്തമായ എണ്ണകൾ ശിരസിൽ പുരട്ടി കുളിക്കുന്നത് ശരീര താപത്തെ അകറ്റുന്നതിന് സഹായിക്കും. ചെറിയ അമൃതാദി എണ്ണ, ത്രിഫലാദി വെളിച്ചെണ്ണ, ഇവയെല്ലാം നല്ലത് തന്നെയാണ്. വെളിച്ചെണ്ണയിൽ കാച്ചിയ എണ്ണകളായിരിക്കും നല്ലത്. കാരണം വെളിച്ചെണ്ണ നല്ലെണ്ണയെക്കാളും ലൈറ്റാണ്, ഒന്നുകൂടെ നേർത്തതാണ്. അത് തലയിൽ മരുന്നുകൾ ചേർത്ത് പാകപ്പെടുത്തി തലയിൽ തേച്ച് കുളിക്കാം. ശരീരത്തിൽ പിണ്ടതൈലം പ്രയോജനപ്പെടും. ശരീരം തണുക്കുന്നതിന് അത് നല്ലതാണ്. ഉച്ചയ്ക്ക് വിശന്ന് ഇരിക്കാൻ പാടില്ല. വിശപ്പുള്ളപ്പോൾ ചെറിയ രീതിയിൽ പഴങ്ങളോ മറ്റോ ചവച്ച് കഴിക്കണം. പഴച്ചാറുകളെക്കാളും എപ്പോഴും പഴങ്ങൾ ചവച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ നാരുകളുണ്ട്. മലശോധനയെ സഹായിക്കുകയും ചെയ്യും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലം വളരെ ശ്രദ്ധയോടെ മാതാപിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ശരീരം ക്ഷീണിക്കാൻ ഇട കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം കുട്ടികൾക്ക് ചെറിയ അളവിൽ കൊടുക്കണം. പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദിവസവും രാവിലെയും വൈകുന്നേരവും ദേഹവും തലയും കുളിപ്പിക്കാനും ശ്രദ്ധിക്കണം. തലയിൽ ശിരസിന് പറ്റിയ അധികം ശരീരം അധികം ചൂടാവാതിരിക്കാൻ ചെറിയ അമൃതാദി എണ്ണ പ്രയോജനപ്പെടും. കഫ ഉപദ്രവങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് കുരുമുളക് ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഞവരയിലിട്ട് വെള്ളം തിളപ്പിക്കാം. ഇത് തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. ഈ വേനൽക്കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവർക്കും ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് രക്തപിത്തം. ശരീരത്തിൻ്റെ നവദ്വാരങ്ങൾ ഏതെങ്കിലും ഒന്നിൽ കൂടി രക്തം പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ ഒഴുകി വരാവുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ച് ഭയാനകമാണ് ഇങ്ങനെയൊരു സാഹചര്യം. എരിവും പുളിയും അധികമുള്ള ഭക്ഷണങ്ങൾ കുട്ടികളെ ശീലിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. മുതിർന്നവർക്കും ഇത് ബാധകമാണ്. വെയിലത്ത് എപ്പോൾ പോയാലും കൊട ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വിയർപ്പ് അപ്പോഴപ്പോൾ തുഴച്ചു കളയണം, അല്ലെങ്കിൽ കഫോപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.